പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന നാടൻ പലഹാരമായ അണ്ടിപ്പുട്ട് തയ്യാറാക്കിയാലോ. അപ്പോൾ ഇത് നമ്മൾ അരിയുണ്ട തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് മട്ടരി എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഒരു 1-2 മിനിറ്റ് നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മട്ടരി ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കാം കേട്ടോ ഇത് വറുത്തെടുക്കാൻ. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അരി എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ആയി കിട്ടുന്നവരെ നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ചിട്ട് കരിഞ്ഞു പോകരുത് കേട്ടോ. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമ്മളൊരു 1-2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടും അതുപോലെ പിന്നെ ലാസ്റ്റ് തൊട്ട് സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരിയൊക്കെ നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ സെയിം പാനിലേക്ക് തന്നെ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരക്കപ്പ് അരിക്ക് ഞാനിവിടെ 1 കപ്പ് അണ്ടിപ്പരിപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് സെയിം അളവിൽ തന്നെ എടുക്കാം. അരക്കപ്പ് അരിയും അരക്കപ്പ് അണ്ടിപ്പരിപ്പും ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് ഞാനിവിടെ 1 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഈ കളറൊന്നും ഇങ്ങനെ മാറി വരുന്ന സമയം വരെ കേട്ടോ നമ്മളിത് വറുത്തെടുക്കുന്നത്. ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കണം. ഇനിയും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ബദാം, പിസ്ത അതുപോലെ വാൽനട്ടൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തേങ്ങ ചിരവിയതാണ്. മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ. അതുപോലെ തന്നെ നമുക്ക് ശർക്കരയും വേണം. അപ്പോൾ നല്ല കളറിലുള്ള ശർക്കര നോക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന അണ്ടിപ്പുട്ട് നല്ല കളറിൽ കിട്ടും. ആദ്യം നമുക്ക് ഈ ഒരു കാഷ്യൂനട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് നമ്മളിങ്ങനെ അരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എണ്ണ ഊറി വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് തന്നെ നമ്മൾ തേങ്ങ ചിരവിയതും അതുപോലെ ശർക്കര ഞാനൊന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് 2 ബാച്ചായിട്ട് ഇതൊന്ന് പൾസ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇത് ഒരുപാടങ്ങ് അരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ചുകൊണ്ടുവന്ന കാഷ്യൂനട്ടിലേക്ക് നമുക്ക് ഈ ഒരു തേങ്ങ ശർക്കര മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ പാനിയാക്കിയിട്ട് ചേർത്തിട്ട് തയ്യാറാക്കുന്നവരുണ്ട്. അതിനേക്കാളും കുറച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഒരു കാഷ്യൂനട്ടിൻ്റെ പൊടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഉണ്ടാകും. അതുപോലെ അരിയും തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അരി കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ അരി കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ അരിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിന് അണ്ടിപ്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ഉരുളകൾ വേണോ അതിനനുസരിച്ച് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. അതുപോലെ ചെറുത് ആക്കി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമുക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും. ഒരുപാട് അളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കാഷ്യൂനട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൊണ്ട് നമുക്കത് കഴിപ്പിക്കാനും പറ്റും. അതുപോലെ നല്ലൊരു സ്നാക്കുമായി. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്